എന്റെ പൊന്ന് കവിത, ഒന്ന് എണീക്ക്. രാവിലെ 10 മണിയായി. രാവിലെ നേരത്തെ എണീക്കാൻ ഇവൾ എന്ന് പഠിക്കോ? രാവിലെ 10 മണി വരെ കൂർക്കം വലിച്ചു ഉറങ്ങണ്. നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ. എന്റെ അമ്മ ഒന്ന് ഉറങ്ങട്ടെ. ഞാന് രാവിലെ തന്നെ വിളിച്ചു, മാഡം 10 മണിയായി, എണീറ്റ് പെട്ടെന്ന് കഴിച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ പച്ചക്കറി വാങ്ങാനൊന്നും പോണില്ല. എനിക്ക് നോക്കിയെടുക്കാനൊന്നും അറിഞ്ഞൂടാ. എനിക്ക് പോവാൻ വയ്യമ്മ. ഇവളുടെ കാര്യം പറഞ്ഞാൽ എന്റെ ദൈവമേ, കെട്ടിച്ചു വിടുന്ന വീട്ടില് നീ തന്നെ പച്ചക്കറി വാങ്ങാൻ പോവേണ്ട അവസ്ഥ വരും നിനക്ക്. എപ്പ നോക്കിയാലും കാര്യം പറഞ്ഞാൽ കേക്കില്ല. എണീറ്റ് പെട്ടെന്ന് ആഹാരമൊക്കെ കഴിച്ചിരിക്കും. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. കവിത ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ സ്റ്റുഡന്റ് ആയിരുന്നു. കോളേജിലെ അമർ എന്ന പയ്യനുമായിട്ട് അവൾക്ക് പ്രണയമായിരുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ അമറിന് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും. അങ്ങനെ എല്ലാവരുടെ സമ്മതത്തോടെ അവരുടെ കല്യാണവും കഴിയും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ അവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് അമറിന്റെ കൂടെ ഹണിമൂണിനായിട്ട് അവർ പോകും. യാത്ര കഴിഞ്ഞ് വന്ന് അവൾ വീട്ടുകാര്യങ്ങൾ ഏറ്റെടുത്തു. അപ്പോഴാണ് അവൾക്ക് ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അമ്മ, ഞാൻ തന്നെയല്ലേ എന്നും രാമചേട്ടനടുത്ത് പച്ചക്കറി വാങ്ങണേ. അമ്മയുടെ പുതിയ മരുമോളോട് പറ ഈ കാര്യങ്ങളൊക്കെ. ഇനി മോളെ, നീ ഇതെന്തായി പറയുന്നേ? കവിത ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. എന്തിനാ അവൾക്ക് ഇപ്പൊ തന്നെ ഒരു പ്രഷർ കൊടുക്കുന്നത്? പയ്യെ പയ്യെ എല്ലാം പഠിച്ചോളും. ആഹാ, അത് കൊള്ളാലോ അമ്മ. ഞാൻ വന്ന് കേറിയപ്പോ എന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നേ? കവിത, ഒരു കാര്യം, ഞാൻ എന്തായാലും ഇനി പോവില്ല കേട്ടല്ലോ. അത് കുഴപ്പമില്ല ചേട്ടത്തി, ഞാൻ പോയിക്കോളാം. ഇപ്പോഴല്ലേ? ഞാൻ പറയണ കേക്കേ. ഇവിടെ 4 മണിയാകുമ്പോ പച്ചക്കറിക്കാരൻ വരും. 3 മണിയാകുമ്പോ എല്ലാ സ്ത്രീകളും ക്യൂ നിൽക്കും പച്ചക്കറി വാങ്ങാനായിട്ട്. അയാള് ഫ്രഷ് പച്ചക്കറി കൊണ്ടുവരണേ. അതുകൊണ്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് നീ ഓടന്ന് വാങ്ങണം. ഇനി തൊട്ട് അലാറം വെച്ച് എണീക്കണം. എന്ത്, രാവിലെ 4 മണിക്കുന്നോ? എന്റെ കൂർക്കം പോലും എണീക്കൂല. പിന്നെയാണോ ഞാൻ ആ സമയത്ത് എണീക്കുന്നത്? പക്ഷെ മോളെ, ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. രാമുന്റെ അച്ഛൻ പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ആ സമയം തൊട്ടുള്ളതായത്. ഞാൻ പോലും രാവിലെ നേരത്തെ എണീക്കും. എന്നിട്ട് ലൈനിൽ പോയി നിൽക്കുമായിരുന്നു. ഇനി ഈ പരമ്പര നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം. ഈ പച്ചക്കറി അല്ലാണ്ട് വേറെ കഴിക്കില്ല. എല്ലാവർക്കും ഫ്രഷ് നല്ല പച്ചക്കറി തിന്നണം. അമ്മായി അമ്മയും ചേട്ടത്തിയും പറഞ്ഞിട്ടങ്ങ് പോയി. പാവം കവിതയാണേൽ ആലോചനയിലായി. എന്നിട്ട് നേരെ അമറിന്റെ അടുത്തേക്ക് അങ്ങ് പോകും. അതെന്നെ, ഇതൊക്കെ എന്തുവാ ഇവിടെ? വെളുപ്പിനെ 4 മണിക്ക് പച്ചക്കറി വാങ്ങണമെന്ന്. അയ്യോ, ഇതൊരു പ്രശ്നമല്ല. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ്. വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് ഫ്രഷ് പച്ചക്കറി വാങ്ങുക എന്നുള്ളത്. അതുതന്നെയാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും. രാമുവിന്റെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത്. അറിയോ, എന്റെ അച്ഛൻ അമ്മ തൊട്ട് മുത്തച്ഛനും മുത്തശ്ശിയും പിന്നെ രാമുവിന്റെ മുത്തച്ഛന്റെ കാലം തൊട്ടേ തുടങ്ങിയ ഒരു ശീലമായിരുന്നു ഇത്. ഈ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് എന്താ കല്യാണത്തിന് മുമ്പ് എന്നോട് പറയാതിരുന്നേ? ഒന്ന് പറ, ആരിത്തരം വെളുപ്പിനെ 4 മണിക്കൊക്കെ പച്ചക്കറി വാങ്ങാൻ എണീക്കണേ? ഇതൊരു സാധാരണ കാര്യമല്ലേ? ഇത് പറയേണ്ട കാര്യമുണ്ടോ അതിന്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ വേണ്ടേ നോക്കി നടത്താൻ? അതിന് ഞാൻ എന്തിനും പറഞ്ഞോ? എന്തായാലും എനിക്ക് പറ്റില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഭർത്താവിന്റെ വീട്ടിൽ മരുമക്കൾക്ക് എവിടെ സ്ഥാനം? ചേട്ടത്തിയും അമ്മായിയുടെ ഓർഡർ, ഭർത്താവിന്റെ കാര്യങ്ങൾ, ഇവരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ചേ പറ്റൂ. രാവിലെ എന്നും 10 മണിക്ക് എണീറ്റോണ്ടിരുന്ന പെണ്ണ് വെളുപ്പിനെ 4 മണിക്ക് പച്ചക്കറി വാങ്ങാൻ വന്നപ്പോ പച്ചക്കറിക്ക് വേണ്ടി ഇത്രയും തിരക്കുണ്ടാവുന്ന അവൾ ഒരിക്കലും കരുതിയില്ലായിരുന്നു. എന്റെ ദൈവമേ, ഇവിടെ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇവിടെ സാരി വല്ലതും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? എന്നാ ഞാനും ഒരെണ്ണം വാങ്ങിയേക്കാം. ഇനി എങ്ങാനും വല്ല ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യണതായിരിക്കും. അങ്ങനെ കവിതയും ആ ലൈനിൽ പോയിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി. അതെ, ഏത് കമ്പനിയാ ഫ്രീ ആയിട്ട് സാരി കൊടുക്കണേ? എത്ര സാരി കിട്ടും? മുമ്പിൽ നിന്ന സ്ത്രീ അവളെ ഒന്ന് നോക്കും. നീ കൗശല്യയുടെ പുതിയ മരുമകളല്ലേ? ഇപ്പോഴല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞ്? നിന്റെ പേരെന്തുവായിരുന്നു? കവിത. ഞാൻ തന്നെയാ. അതൊക്കെ വിട്. ഇവിടെ എന്താ എത്ര തിരക്ക്? ഈ തിരക്കേ രാമുന്റെ പച്ചക്കറി വാങ്ങാനുള്ളതാണ്. എന്ത്, ഇത്രയും തിരക്കോ? എന്റെ ദൈവമേ, ഇനി എപ്പ എന്റെ നമ്പർ വരുമോ എന്തോ. അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തീരും. പണ്ടോട്ടെ നിങ്ങൾ വാങ്ങുന്നതല്ലേ. പഴയ കസ്റ്റമറിന്റെ ഒക്കെ ആദ്യം തന്നെ അയാള് പാക്ക് ചെയ്ത് വെക്കും. അങ്ങോട്ട് പൈസ കൊടുക്കാ, സാധനം വാങ്ങാ. ഒരു കാര്യം ഇങ്ങോട്ട് പറയാം, നീ നല്ല ഭാഗ്യമുള്ളവളാ. കൗശല്യയുടെ വീട്ടിലല്ലേ കെട്ടിച്ചു വിട്ടത്. നിങ്ങൾക്കൊന്നും അധികം നേരം ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരില്ല. അത് പറഞ്ഞത് ശരിയാ. ക്യൂ നിൽക്കേണ്ട ജോലി നമുക്കല്ലേ. വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് ഇങ്ങനെ നിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ രാവിലെ 8-9 മണിയാകുമ്പോ എനിക്ക് കിട്ടും. അപ്പോഴാണ് പച്ചക്കറിക്കാരൻ അവളെ നോക്കുന്നത്. ഇതുപോലൊരു വീട്ടുകാരെ കിട്ടിയത് മോളുടെ ഭാഗ്യമാണ്. മോള് വരുന്നതിന് മുമ്പേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. പച്ചക്കറിയൊക്കെ വാങ്ങി അവള് വീട്ടിലെത്തുമ്പോ, ഇനി സമയമുണ്ട്, പച്ചക്കറി ഇവിടെ വെച്ച് കുറച്ചൊന്ന് ഉറങ്ങാം. പുലാവ് ഉണ്ടാക്കാൻ മനസ്സിൽ തീരുമാനിച്ചപ്പോ അവളുടെ അമ്മായിയമ്മയുടെ വിളി അവള് കേൾക്കും. കവിത മോളെ, ഇങ്ങോട്ട് വാ. പച്ചക്കറി എടുത്തോ, ഞാൻ നുറുക്കി തരാം നിനക്ക്. ഇപ്പഴേ പച്ചക്കറി മുറിക്കണോ? അതിന് രാവിലെ 5 മണിയല്ലേ ആയുള്ളൂ. എന്റെ ശീലമാണ് മോളെ.
രാവിലെ 5 മണിക്ക് ഞാൻ അങ്ങ് നുറുക്കി വെക്കും. ഞാൻ ഇനി മുതൽ എണീക്കൂല, അല്ലെ ഞാൻ പോവാ. എന്താ പറഞ്ഞേ? നീ പോവുന്നോ? നിന്റെ ഉറക്കത്തിന് വേണ്ടി ഇവിടുത്തെ ആണുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണോ? അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഉറക്കം കളയണമെന്നാണോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അമ്മയുടെയും ഭാര്യയുടെയും സംസാരം കേട്ട് അവിടേക്ക് ഭർത്താവ് വരും. ഓഹോ, എന്താ ഇത് രാവിലെ? എന്താ വീട്ടിൽ ഇത്ര ബഹളം? നോക്ക് നിന്റെ ഭാര്യ പറയണത്. വന്ന് കേറിയവള് എന്തൊക്കെയാ പറയണം, നീ കേട്ടോ? കവിത, നീ അകത്ത് പോ. ഭർത്താവ് പറഞ്ഞു കേട്ട് കവിത നേരെ മുറിയിലേക്ക് പോകും. അമർ അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കും. അമ്മ, അവള് പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ. അവള് വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ. ഇതൊക്കെ ഇപ്പൊ ചെയ്യുവോ? അതെ അതെ, ഞങ്ങൾ ഈ വീട്ടിലാണല്ലോ ജനിച്ചത്. അതെന്താ അവക്ക് ചെയ്തേ പറ്റുള്ളൂ. അവള് പെൺകോന്തനാവാനാണ് നിന്റെ പ്ലാനെങ്കിൽ രാവിലെ നീയും അങ്ങ് എണീറ്റോ പച്ചക്കറി വാങ്ങാൻ. കവിതയുടെ ധൈര്യം കണ്ട് ചേട്ടത്തിക്കും ഇത്തിരി ധൈര്യമൊക്കെ വെച്ചു. അമ്മ, ഞാൻ നേരത്തെ എണീക്കില്ല. പണികളൊന്നും നേരത്തെ ചെയ്യാനും പറ്റില്ല. അത് കൊള്ളാലോ. അവളുടെ പുറകെ നീയും തുടങ്ങിയോ? വർഷങ്ങളായി നീ എണീക്കുമല്ലോ, പിന്നെന്തുവാ? മരുമക്കളുടെ ഈ ധൈര്യമൊക്കെ കണ്ട് അമ്മായിയമ്മ ഒരു മീറ്റിംഗ് അങ്ങ് വിളിക്കും. അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പച്ചക്കറി തന്നെ. ഇല്ല അമ്മ, രാവിലെ എന്റെ ഉറക്കം എനിക്ക് കളയാൻ പറ്റത്തില്ല. പിന്നെ രാത്രി മേടിക്കുന്ന ഈ പച്ചക്കറി ഈ ലോകത്ത് എല്ലാരും തിന്നും. വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് പച്ചക്കറിക്കാരനെ കാത്തിരിക്കണം. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല. ഇപ്പൊ എല്ലാം ഓൺലൈൻ കാലമാണ്. അപ്പൊ പിന്നെ എന്നാ ശരി, നിങ്ങളെ രണ്ടുപേർക്കും പറ്റില്ല എങ്കിൽ ഞാൻ തന്നെ രാവിലെ എണീറ്റ് ഈ പണി ചെയ്തോളാം. 2 മരുമക്കളും മുറി കിടക്കുന്ന സമയത്ത് അമ്മായിയമ്മ തന്നെ എണീറ്റ് പച്ചക്കറി വാങ്ങാൻ പോകും. പോകുന്ന വഴിക്ക് കാല് തട്ടി താഴത്തോട്ടങ്ങ് വീഴും. കുറച്ചേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് കാലിൽ ബാൻഡേഡ് ഇടും. നാണമില്ല നിങ്ങൾക്ക്? വീട്ടിൽ 2 മരുമക്കൾ ഇരിക്കുമ്പോ രാവിലെ അമ്മ എണീറ്റ് പച്ചക്കറി വാങ്ങാൻ പോകുന്നത് കഷ്ടമാണ്. 2 മരുമക്കൾക്കും നല്ല വിഷമമായി. 2 പേരും അമ്മായിയമ്മയോട് മാപ്പ് പറയും. നന്നായി പരിപാലിക്കുകയും ചെയ്യും. 2 പേരും ജോലികൾ പങ്കിട്ടെടുക്കുകയും ചെയ്യും. ഒരു ദിവസം ചേട്ടത്തിയാണെങ്കിൽ ഒരു ദിവസം കവിത. രാവിലത്തെ ഫ്രഷ് പച്ചക്കറി വാങ്ങാനായിട്ട്. ദീപക്കിന് നല്ല സാലറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പ്രിയ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാറി. അവർക്ക് വേണ്ടി ഒരു വലിയ ഫ്ലാറ്റും വാങ്ങി. അവിടെ വലിയ 3 റൂമും വലിയ അടുക്കളയുമുണ്ട്. അങ്ങനെ തന്റെ അടുക്കള വളരെ വലുതാണെന്ന് ഒരുപാട് തവണ പ്രിയ അഹങ്കാരത്തോടെ ജ്യേഷ്ഠത്തി ജ്യോതിയോട് പറയുമായിരുന്നു. ജ്യോതി ചേച്ചി, ചേച്ചിയുടെ അടുക്കള നല്ല ക്ലീനാണല്ലോ. എപ്പോഴും വൃത്തിയുണ്ട്. എന്റേത് ഇത്ര വൃത്തിയൊന്നുമില്ല. ഇത്രയും ചെറിയ അടുക്കള ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇത്ര വൃത്തി? അങ്ങനെയൊന്നുമില്ല. എല്ലാം ശീലമാക്കി കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതൊരു ശീലമാക്കണം, അത്രയുള്ളൂ. എന്ത് വൃത്തിയാക്കി വെക്കാൻ? എല്ലാം കൂടി ഒരിടത്ത് വെച്ചാൽ പോരെ? എന്റെ അടുക്കള വന്ന് നോക്ക്, എന്ത് വലുതാ. എന്റെ അടുക്കളയിൽ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളുമുണ്ട്. ചേച്ചിയുടെ കയ്യിൽ മിക്സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതുമാത്രം മതിയോ? വർഷേ, നീ എന്റെ വീട്ടിലോട്ട് വാ, അപ്പോ കാണിക്കാം എന്താണ് അടുക്കളയെന്ന്. നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ വലിയ അടുക്കള എന്ന്. സമ്മതിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ദിവസം മുഴുവൻ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം. അത് ശരിയാ. നാളെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാം. നാത്തൂനും അമ്മായിയമ്മയും പറയുന്നത് കേട്ട് പ്രിയ ഞെട്ടി. അവൾ മനസ്സിൽ ചിന്തിച്ചു, നാളെ ഇവർ വരുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കളയൊന്ന് വൃത്തിയാക്കിയിടണം. എന്റെ വലിയ ഇലക്ട്രിക് സാധനങ്ങൾ എന്തെങ്കിലും കേടായതുണ്ടെങ്കിൽ അതെടുത്ത് അടുക്കളയുടെ വെളിയിൽ കളയണം. അല്ലെങ്കിൽ എന്റെ വലിയ അടുക്കള ചീത്തയാകും. ഇവരെ വരുത്താതെ നാളെ ഇതെല്ലാം ചെയ്യാം. പക്ഷെ എങ്ങനെ? ഈ ഐഡിയ കൊള്ളാം. പ്രിയ പറഞ്ഞു നിൽക്കാനായി നല്ല കഴിവുള്ള ആളായിരുന്നു. അവൾക്കവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമേ ഇല്ല. പ്രിയ ഫ്രണ്ടായ ആച്ചലിനോട് ആ സമയം കോൾ ചെയ്യാൻ പറഞ്ഞു. ആച്ചലും അപ്പോൾ തന്നെ പ്രിയയെ വിളിച്ചു. ഹലോ, നീ നാളെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തോ? അതിനൊരു ദിവസം പോയി കിട്ടില്ലേ? അത് കഴിഞ്ഞാൽ വേറെ അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലേ? എന്നാൽ ശരി, നാളത്തേക്കെടുത്തേക്ക്. ഞാൻ വർഷയും അമ്മയും മറ്റന്നാൾ വിളിക്കാം. ശരിയെന്നാ, ബൈ. അമ്മേ, നാളെ എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകണം. എന്റെ കൂട്ടുകാരിയില്ലേ ആച്ചൽ, അവൾക്ക് ദില്ലിയിൽ ആരുമില്ല. അതുകൊണ്ട് നാളെ അവളുടെ കൂടെ ഡോക്ടറിന്റെ അടുത്ത് പോകാമോന്ന് ചോദിച്ചു. അവൾക്ക് തന്നെ പോകാൻ അറിയില്ലെന്ന്. കുഴപ്പമില്ല നാത്തൂനെ, ഞങ്ങൾ പിന്നെയൊരിക്കൽ വരാം. നിങ്ങൾ മറ്റന്നാളത്തേക്ക് വാ, ഞാൻ വീട്ടിൽ കാണും. ഇല്ല, ഞാൻ ഇന്ന് തന്നെ മടങ്ങിപ്പോവുക. നാളെ അവിടേക്ക് വരാമെന്ന് വിചാരിച്ചാ ഇന്ന് നിന്നത്. ഇനി നിൽക്കണ്ടല്ലോ, മറ്റന്നാൾ വരെ നിന്ന് വരാൻ വയ്യ. ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്തെങ്കിലും വരാം. നീ വിഷമിക്കണ്ട, കൂട്ടുകാരുടെ ഒപ്പം വേണമെങ്കിൽ പൊയ്ക്കോ. പ്രിയ ഒഴിവ് കഴിവ് പറഞ്ഞു പോയി. ഭർത്തുവീട്ടുകാരെ കാണിക്കാൻ അടുക്കളയവൾ അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങി. 1 വർഷത്തിനു മുൻപ്. പ്രിയേ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയാ. അമ്മ ഹൽവയുണ്ടാക്കാനായി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ, സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇത്രയും ചെറിയ അടുക്കളയിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ വിയർത്ത് കുളിക്കും. ഇത്രയും ചൂടത്ത് നിന്ന് എങ്ങനെ പണിയെടുക്കാൻ പറ്റും? അമ്മയോട് പറഞ്ഞേക്കൂ, ഞാൻ ആദ്യ അടുക്കളയിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എന്റെ അടുക്കള വലുതായിരിക്കണം. നീ എന്തായി പറയുന്നത്? വധുവിന്റെ ആദ്യ അടുക്കള ഒരു ചടങ്ങാണ്. ഇത് ചെറിയ അടുക്കളയാണെന്ന് പറഞ്ഞ് നീ ചടങ്ങ് ചെയ്യാൻ വിസമ്മതിക്കുന്നോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചു വന്നിട്ട് 40 വർഷമായി ഈ അടുക്കളയിലാണ് പണിയെടുക്കുന്നത്. കഴിഞ്ഞ 8 വർഷങ്ങളായി ജ്യോതിയും ഇവിടെയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് ചെറിയ അടുക്കളയാണെന്ന്. നോക്ക്, അടുക്കള എന്ത് ഭംഗിയായിട്ടാ വെച്ചിരിക്കുന്നത് നിന്റെ ജ്യേഷ്ഠത്തി. ചേട്ടത്തി ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനാ ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ വർഷം തന്നെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറും. അവിടെ ഞാൻ വലിയ അടുക്കളയും വെക്കും. എനിക്ക് പറ്റില്ല ഈ ചെറിയ അടുക്കളയുള്ള വീട്ടിൽ കഴിയാൻ. പ്രിയ അതിനുശേഷം ആ ചെറിയ അടുക്കളയിൽ കയറിയിട്ട് പോലുമില്ല. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ അവർ വേറെ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു. പ്രിയയുടെ ഫ്ലാറ്റ് വലുതായെങ്കിലും അവളുടെ മനസ്സ് വളരെ ചെറുതായിരുന്നു. ജ്യോതിയുടെ അടുക്കള ചെറുതാണെങ്കിലും അവളുടെ മനസ്സ് വലുതാണ്. കല്യാണത്തിനു ശേഷം ജ്യോതി ആ കൊച്ചു അടുക്കളയിൽ ഒരുപാട് തവണ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയ്ക്ക് തോന്നാറുണ്ടായിരുന്നു അടുക്കളയുടെ കുറച്ച് സ്ഥലത്ത് അടുക്കള വലുതാക്കി ആധുനിക കിച്ചൺ ചെയ്യാമെന്ന്. അതിനെക്കുറിച്ച് അവിടെ സംസാരം വന്നു. മോനെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു അടുക്കള കുറച്ച് വലുതാക്കിയാലോ എന്ന്. ഇപ്പോൾ കുടുംബവും വലുതായില്ലേ? മരുമോൾക്ക് ചെറിയ അടുക്കളയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അടുത്ത വർഷമെങ്കിലും അടുക്കള വലുതാക്കണമെന്ന്. മരുമകൾക്കത് വലിയൊരു സഹായമാകും. ശരിയമ്മേ, ഞാൻ ഇന്ന് തന്നെ വലിയ അടുക്കള ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഡീലറിനോട് സംസാരിക്കാം. ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കാനുള്ള സർപ്രൈസ് അമ്മായിയമ്മയ്ക്കും മകനുമിടയിൽ നടന്നു. ഇക്കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് നല്ല മഴക്കാലവും വന്നു. അങ്ങനെ ഒരു ദിവസം പ്രിയയുടെ അടുക്കളയിൽ വന്ന് പ്രിയ നോക്കിയപ്പോൾ അതിന്റെ ജനലിനടുത്തായി രാത്രി മഴ പെയ്ത് അടുക്കള മുഴുവനും വെള്ളം കയറിയിരുന്നു. അടുക്കളയിലുണ്ടായിരുന്ന ഉപകരണങ്ങളും സാധനങ്ങളും മഴവെള്ളത്തിൽ നശിച്ചുപോയി. പ്രിയയുടെ സുന്ദരമായ വലിയ അടുക്കള മഴ കാരണം നശിച്ചുപോയി. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് പ്രിയ പേടിച്ചു. പ്രിയേ, എനിക്ക് തോന്നുന്നത് ഗ്യാലറിയിൽ നമ്മൾ പുതിയ ജനൽ വെച്ചില്ലെങ്കിൽ വെള്ളം ഉള്ള ഒരു ജനലിൽ കൂടെ അകത്ത് വരും. ഇനിയിപ്പോൾ മഴ നിന്നിട്ടേ നമുക്ക് പുതിയ ജനൽ വയ്ക്കാനും പറ്റൂ. ഈ വെള്ളമെല്ലാം ജനലിലൂടെയാ വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷേ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കും? അടുക്കളയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. എല്ലാം നശിച്ചുപോയി. കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ തോരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി കഴിക്കാം. പ്രിയയ്ക്ക് അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. രവിയോടൊപ്പം ജ്യോതിയുടെ വീട്ടിലേക്ക് പോയി. ഒരു കുഴപ്പവുമില്ല മോളെ. നമ്മൾ പുതിയ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പിന്നെ മനസ്സിലാകൂ കുഴപ്പമൊന്നുമില്ലെന്ന്. ശരിയാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാ ഉള്ളത്? ജ്യോതി എല്ലാവർക്കും വേണ്ടി ഭക്ഷണമുണ്ടാക്ക്. ചേച്ചി, ഞാനും വന്ന് സഹായിക്കാം. ഇത്രയും ചെറിയ അടുക്കളയിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കും? ജ്യോതി ചേച്ചി, സോറി, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ നമ്മുടെ ബന്ധമൊന്നും ചിന്തിച്ചേയില്ല. ഇപ്പോൾ നോക്ക്, ഞങ്ങൾക്ക് പ്രോബ്ലം വന്നപ്പോൾ നിങ്ങൾ വേണ്ടി വന്നു. നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാം. ആഹാ, അത് നന്നായി. ഒരിക്കലെങ്കിലും നീ ചെറിയ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്ക്. കാരണം അടുത്ത തവണ നീ ഇവിടെ പാചകം ചെയ്യുമ്പോൾ ഇത് ചെറിയ അടുക്കളയായിരിക്കില്ല. കാരണം ഞങ്ങൾ ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കുകയാണ്. വലിയ അടുക്കള? എനിക്ക് മനസ്സിലാകുന്നില്ല. അതേ ജ്യോതി, അമ്മയുടെ തീരുമാനമാ. അടുത്ത വർഷത്തിനുള്ളിൽ ഈ അടുക്കളയെക്കുറിച്ച് നന്നാക്കി നമുക്ക് ഇതേ അടുക്കള തന്നെ വലുതാക്കാം. ആ തീരുമാനം നന്നായി ചേട്ടാ. ചേട്ടത്തി ഇത്രയും വർഷമായി ഈ ചെറിയ അടുക്കളയിലല്ലേ ജോലി ചെയ്യുന്നത്. ചൂട് സമയം വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വലിയ അടുക്കള ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേട്ടത്തിക്കും അതൊരു സഹായമാകും. ജ്യോതിയുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അവൾ ഇത്രയും കാലം ആ ചെറിയ അടുക്കളയിൽ കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നവളുടെ ചെറിയ അടുക്കള വലിയ അടുക്കളയായി മാറാൻ പോകുന്നു. ചിലപ്പോൾ നമ്മൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും നമുക്കുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടെല്ലാവരും സഹനശീലമുള്ളവരായിരിക്കണം. Thanks for watching.